നമസ്കാരം. സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിലെ ഗവൺമെന്റുകളൊക്കെ തന്നെയും ചില അടിസ്ഥാന വിവരങ്ങൾ പൊതുജനങ്ങളിൽ നിന്നും മറച്ചുപിടിച്ച് നെഹ്റുവിന്റെ റെപ്യൂട്ടേഷൻ സംരക്ഷിക്കുവാൻ ശ്രമങ്ങൾ നടത്തിയതായി നമുക്ക് കാണുവാൻ സാധിക്കും. 2014 നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം മാത്രമാണ് അല്പം ചിലതെങ്കിലും പാർലമെന്റിലും പൊതുസമൂഹത്തിലും ചർച്ചയാകപ്പെടുന്നത്. അങ്ങനെ ഏതാണ്ട് നൂറ്റാണ്ടോളം പൊതുജനങ്ങളിൽ നിന്നും മറച്ചുപിടിച്ച ഒരു വസ്തുതയാണ് ഈ വീഡിയോയിൽ പറയുന്നത്. 1960 ഭാരതത്തിന്റെ ഭൂപടം ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആദ്യമായിട്ട് പുറത്തിറക്കുന്നത്. ഇതിൽ വളരെ പ്രധാനപ്പെട്ട ചില തെറ്റുകൾ വന്നിരുന്നു. ആ തെറ്റുകളൊന്നും ഇന്നും തിരുത്തിയിട്ടില്ല. അരുണാചൽ പ്രദേശിൽ സിക്കിം എന്ന സംസ്ഥാനത്തിന്റെ അല്ലെങ്കിൽ ഗോവ എന്ന സംസ്ഥാനത്തിന്റെ വലിപ്പമുള്ള 2 പ്രദേശങ്ങൾ 1960 ഭൂപടത്തിൽ ചൈനയുടെ ഭാഗമായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ഈ 2 പ്രദേശങ്ങളും 1960 മുൻപും അതിനുശേഷവും ഭാരതത്തിന്റെ ഭാഗമാണ്. ഭാരതീയരാണ് അവിടെ അധിവസിക്കുന്നത്. ഇന്നും നമ്മുടെ സൈന്യത്തിന്റെ നിയന്ത്രണത്തിലാണ് ഈ 2 പ്രദേശങ്ങളും. എന്നാൽ ഭൂപടത്തിൽ നമ്മൾ തന്നെ കാണിച്ചിരിക്കുന്നത് ഈ 2 പ്രദേശങ്ങളും ചൈനയുടെ ഭാഗമായിട്ടാണ്. 2014 ഓഗസ്റ്റ് 23 പുറത്തു വന്ന സൺഡേ ഗാർഡിയനിൽ ഇതിനെക്കുറിച്ച് മാധവ് നാലാപ്പാട്ട് ഒരു ലേഖനം എഴുതിയിട്ടുണ്ട്. മാധവിക്കുട്ടിയുടെ മകനാണ് മാധവ് നാലാപ്പാട്ട്. ആ ലേഖനത്തിൽ അദ്ദേഹം പറയുന്നത്, ഇത്ര ഒരു വലിയ തെറ്റ് നമ്മുടെ ഭൂപടത്തിൽ കടന്നുകൂടിയിട്ടും അതെങ്ങനെ സംഭവിച്ചു എന്നോ ആര് ചെയ്തു എന്നോ ട്രേസ് ചെയ്യുവാനുള്ള യാതൊരു പബ്ലിക് ഡേറ്റയും ഇന്ന് ലഭ്യമല്ല. ഈ ഒരു ഭൂപടം കറക്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് 2013 അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗിന് അദ്ദേഹത്തിന് തന്നെ ഗവൺമെന്റിലെ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥന് ഒരു പരാതി നൽകിയിരുന്നു. അതിന് ലഭിച്ച മറുപടി ഞാനൊന്ന് വായിക്കാം. മൻമോഹൻ സിംഗിന്റെ ഓഫീസിൽ നിന്ന് ലഭിച്ച മറുപടി അതിതാണ്: നെഹ്റുവിന്റെ കാലത്താണ് തെറ്റ് സംഭവിച്ചത് എന്നതിനാൽ ഔദ്യോഗികമായി ഭൂപടം ശരിയാക്കുന്നത് അന്നത്തെ പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായ ആ തെറ്റിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുകയും അദ്ദേഹത്തിന്റെ പ്രതിച്ഛായ തകർക്കുന്നതിനും കാരണമാകും. ഇതാണ് മൻമോഹൻ സിംഗിന്റെ ഓഫീസിൽ നിന്ന് ലഭിച്ച മറുപടി. ഏതാണ്ട് സമാനമായ ഒരു അപേക്ഷ അന്നത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്ന ചിദംബരത്തിന്റെ മുന്നിൽ അന്നത്തെ DGP ഓഫ് ഇൻഡോ ടിബറ്റൻ ബോർഡർ ഫോഴ്സും അവതരിപ്പിച്ചിരുന്നു. ഈ DGP അദ്ദേഹത്തിന്റെ അപേക്ഷയിൽ പറഞ്ഞിരുന്നത്, നമ്മളുടെ ഭൂപടത്തിൽ നമ്മൾ തന്നെ ചൈനയുടെ ഭാഗമായി കാണിച്ചിരിക്കുന്ന ഭൂപ്രദേശങ്ങളിൽ ചൈനീസ് സൈന്യം അധിനിവേശം നടത്തുവാൻ ശ്രമിക്കുന്നു എന്നാണ്. ഇതിന് ചിദംബരം കൊടുത്ത മറുപടി ഡു നത്തിങ് എന്നാണ്. അതായത് ഒന്നും ചെയ്യാതിരിക്കുക. നെഹ്റുവിന്റെ ചൈനീസ് നയങ്ങളിലെ പരാജയങ്ങൾ ചൂണ്ടിക്കാട്ടി ധാരാളം വീഡിയോകൾ ഈ വീഡിയോ സീരീസിൽ തന്നെ ഞാൻ ചെയ്തിട്ടുണ്ട്. കാര്യങ്ങൾ പഠിക്കുന്ന കോൺഗ്രസ്സുകാർക്ക് ഇതൊക്കെ അറിയാമായിരിക്കും എന്ന് തന്നെയാണ് ഞാനും കരുതുന്നത്. എന്നാൽ യാതൊരു പ്രാഥമിക പഠനവും നടത്താതെ പ്രസ്താവനകൾ നടത്തുന്ന വ്യക്തിയാണ് രാഹുൽ ഗാന്ധി. അദ്ദേഹം ഇനിയും അത് തുടരും എന്ന് ഞാൻ കരുതുന്നു. അങ്ങനെ ഇനിയും ഉണ്ടായാൽ യാഥാർത്ഥ്യങ്ങളെ പൊതുജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ച് നിങ്ങളും അതിനെ ശക്തമായിട്ട് പ്രതിരോധിക്കണം. താങ്ക് യു സോ മച്ച്. അടുത്തയാഴ്ച മറ്റൊരു നെഹ്റുവിയൻ ബ്ലണ്ടറുമായി കാണുന്നതിനും വരെ വന്ദേ മാതരം.